നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശൗര്യം തീരാതെ തെരുവുനായ ആക്രമണം തുടർക്കഥയാവുന്നു. കക്കാട് ശാതുലിപ്പള്ളി, അത്താഴക്കുന്ന്, പുല്ലുപ്പിക്കടവ് പ്രദേശങ്ങളിൽ നിന്നായി കടിയേറ്റത് 7 കുട്ടികൾ ഉൾപ്പെടെ 13 പേർക്ക്. അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലാൻ അനുമതി ലഭിച്ചിട്ടും നടപടികൾ സ്വീകരിക്കാനാവാതെ അധികൃതർ. കണ്ണൂരിലെ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ RSSുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പിണറായി വിജയൻ. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ആത്മാർത്ഥതയോടെയാണെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നും പിണറായി. BJP ബസ് ഷെൽട്ടറും KG മാരാർ സ്മാരക ഗ്രന്ഥാലയവും വെള്ളച്ചായമടിച്ച് വികൃതമാക്കി. അക്രമം പുതിയതൊരു പട്ടേൽ റോഡിൽ. BJPയുടെ റോഡ് എഴുത്തിന് മീതെ DYFIയുടെ പേരിൽ റോഡ് എഴുത്ത്. സംഭവത്തിന് പിന്നിൽ CPM എന്ന് BJP. CPMന്റെ യോഗ പ്രദർശനം നാളെ. യോഗ പ്രദർശനത്തിന് മുന്നോടിയായി കണ്ണൂരിൽ കൂട്ടയോട്ടം. വിളക്കുംതറ മൈതാനത്ത് നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം PK ശ്രീമതി MP ഫ്ളാഗ് ഓഫ് ചെയ്തു. 1000 പേരുടെ യോഗ പ്രദർശനം ഇന്ത്യൻ മാർഷ്യൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ. വാർത്തകൾ വിശദമായി. തെരുവുനായ ശല്യം തുടർക്കഥയാവുന്നു. ശാതുലിപ്പള്ളി, അത്താഴക്കുന്ന്, പുല്ലൂപ്പിക്കടവ് എന്നിവിടങ്ങളിൽ നിന്നായി 7 കുട്ടികൾ ഉൾപ്പെടെ 13 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഇന്ന് ഉച്ചയോടെയാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് കക്കാട്, അത്താഴക്കുന്ന്, കല്ലേട്ടുചിറ, പുല്ലൂപ്പി, ശാതുലപ്പള്ളി, കൗസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പരിസരങ്ങളിൽ നിന്നായി 13 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള പെൺകുട്ടികളും തെരുവുനായയുടെ ക്രൂര ആക്രമണത്തിന് ഇരയായി. പരിക്കേറ്റവരിൽ 2 പേർ മാത്രമാണ് പുരുഷന്മാർ. ഇതിൽ അന്യസംസ്ഥാന തൊഴിലാളിയും ഉൾപ്പെടുന്നു. വീട്ടുമുറ്റത്ത് നിൽക്കവേ നായ പെട്ടെന്ന് വന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ കുട്ടികൾ പറയുന്നു. എൻ്റെ വീട്ടിൻ്റെ മുകളിലുള്ള ഒരു ആൻറ്റി വളർന്നു എനിക്ക് സംസാരിച്ചു എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോകുമ്പോൾ നായി നായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് ഓടാൻ പോകുമ്പോൾ വന്നിട്ട് കടിച്ച്. കോഴിനെ പിടിക്കാൻ പോകുമ്പോഴൊക്കെ ആരാന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴത്തേക്ക് വേറെ കുട്ടിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ നെറ്റിക്ക് ഇങ്ങനെ ഉന്തിയാണ്. അപ്പം നോക്കുമ്പോഴേ നായി. പരിക്കേറ്റ 13 പേർക്കും കൈകാലുകളിലാണ് കടിയേറ്റത്. കടിച്ചതിൽ ഒരു തെരുവുനായയെ നാട്ടുകാർ ക്ഷണം തല്ലിക്കൊന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ നിരവധി പേരാണ് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായത്. ആനിമൽ ബർത്ത് കൺട്രോൾ തുടങ്ങിയ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. കുട്ടികൾക്കടക്കം കടിയേറ്റിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ്. അതേസമയം തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുമ്പോഴും നായകളെ പിടിക്കാൻ ആളെ ലഭിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ് തലയൂരുകയാണ് അധികൃതർ. നിയമ തടസ്സമാണ് മാഡം ഇതുവരെ നമുക്ക് ഈ പേപ്പട്ടി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ എല്ലാ കൗൺസിൽ യോഗങ്ങളിലൊക്കെ ഞങ്ങളിത് ചർച്ച ചെയ്തപ്പോൾ ഇതിന് നിയമ തടസ്സങ്ങളായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെ നിയമപരമായിട്ട് നമുക്കിത് കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാത്തത്. പട്ടിയെ പിടിക്കുന്നവരെ നമ്മൾ സമീപിച്ചപ്പം അവരും ഇതിന് മുമ്പോട്ട് വരാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഉള്ളത്. മുൻ പുഴാതി പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥലങ്ങളിൽ കൂട്ടത്തോടെ നായ്കളെ കൊന്നു തള്ളിയിരുന്നു. അന്ന് മൃഗസ്നേഹികളും മറ്റും ഇതിനെതിരെയാണ് പ്രക്ഷോഭം നടത്തിയത്. തെരുവുനായകളെ കൊല്ലരുതെന്നും ദ്രോഹിക്കരുതെന്നും വാദിക്കുന്ന മൃഗസ്നേഹികൾ ഈ പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം കടിച്ചു പരിക്കേൽപ്പിച്ചത് കണ്ടില്ലെന്നു നടിക്കരുത്. ജില്ലയിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ RSSുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. പാനൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നുവെന്നും പിണറായി പറഞ്ഞു. ഏത് കാര്യത്തിലും സഹകരിക്കാൻ ഞങ്ങളെപ്പോഴും സന്നദ്ധമാണ്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് തടസ്സമുണ്ട് എന്ന് കാണേണ്ടതില്ല. എന്നാൽ കാണേണ്ട കാര്യം ഇപ്പോൾ ഇത് പറയാനിടയായത് ഇവരുടെ തനിനിറം ശരിയായ രീതിയിൽ നിഷ്പക്ഷർക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. അപ്പോൾ മോഹൻ ഭാഗവത് ചിലരെ കണ്ടപ്പോൾ അവർ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി മാത്രമാണിത്. ചോദ്യം വന്നപ്പോൾ തൽക്കാലം അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു മറുപടി പറഞ്ഞു എന്ന നിലക്ക് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. തെല്ലെങ്കിലും ആത്മാർത്ഥയുണ്ടെങ്കിൽ ഈ തിരുത്തലോടുകൂടി ഇത്തരമൊരു ചർച്ചയ്ക്ക് സന്നദ്ധമാവുകയാണെങ്കിൽ നാട്ടിൽ സമാധാനം കൈവരുന്ന ഒന്നായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എല്ലാ രീതിയിലും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാവും.
പുതിയതൊരു പട്ടേൽ റോഡിൽ BJP ബസ് ഷെൽട്ടറും KG മാരാർ സ്മാരക ഗ്രന്ഥാലയവും വെള്ളച്ചായം അടിച്ച് വികൃതമാക്കി. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് BJP ആരോപിച്ചു. BJPയുടെ റോഡ് എഴുത്തിനു മീതെ DYFIയുടെ പേരിൽ റോഡ് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോളയാട് ഗുരുമന്ദിരത്തിലും CPMന്റെ പേരിൽ ചുവരെഴുത്ത് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് ചിറക്കൽ പഞ്ചായത്തിലെ പുതിയതെരു പട്ടേൽ റോഡിലെ BJP ബസ് ഷെൽട്ടറും KG മാരാർ സ്മാരക ഗ്രന്ഥാലയവും വെള്ളപ്പെയിന്റ് അടിച്ച് വികൃതമാക്കിയത്. പുതുവത്സരാശംസകൾ നേർന്ന് CPM റോഡിൽ എഴുതിയിരുന്നു. ഇതിനു പുറമെയാണ് BJP എഴുതിയ പുതുവത്സര ആശംസകളുടെ മുകളിലും DYFI എന്ന് എഴുതിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് BJP ആരോപിച്ചു. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ നടപടിയുമായിട്ടാണ് CPMന്റെ പ്രവർത്തകരാണ് ഇതിന്റെ പിന്നിലെന്ന് വ്യക്തമായ തെളിവോടുകൂടിയാണ് പറയുന്നത്. കാരണം ഈ പ്രദേശത്ത് പല പ്രദേശങ്ങളായിട്ട് CPMന്റെ ഭാഗത്ത് നിന്ന് പല അക്രമങ്ങളുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായിരുന്ന സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു കുറേ സംഘം തന്നെയായിരുന്നു. ആ ആൾക്കാർ തന്നെയാണ് ഇതിന്റെ പിന്നിലും എന്നാണ് നമുക്ക് പറയാൻ ഉള്ളത്. സംഭവത്തെ തുടർന്ന് BJP പ്രവർത്തകർ വളവട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് സമാധാനം നിലനിർത്താൻ വളവട്ടണം പോലീസ് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോളയാട് പഞ്ചായത്തിലെ മേനഞ്ചോടിയിലെ SNDP ഗുരുമന്ദിരത്തിന്റെ ചുവരിലും തറയിലുമായി CPMന്റെ പേരിൽ എഴുതിയിരുന്നു. തളിപ്പറമ്പിൽ സ്റ്റുഡിയോ കത്തിച്ച സംഭവം അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടതിനെ തുടർന്നാണ് കേസ് പ്രിൻസിപ്പൽ SI KJ വിനോയ്ക്ക് കൈമാറിയത്. സ്റ്റുഡിയോ കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയും സ്റ്റുഡിയോ ഉടമ റഫീഖിന്റെ ഫോണും അന്വേഷണ ഉദ്യോഗസ്ഥനായ അഡീഷണൽ SI K രാധാകൃഷ്ണൻ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും ഇതേവരെ പരിശോധനയ്ക്ക് അയച്ചില്ല. അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടതിനെ തുടർന്നാണ് കേസ് പ്രിൻസിപ്പൽ SI KJ വിനോയ്ക്ക് കൈമാറിയത്. കഴിഞ്ഞ മാസം 26-നാണ് സ്റ്റുഡിയോ തീവച്ച് നശിപ്പിച്ചത്. കണ്ണൂർ നഗരത്തിൽ അഗ്നിബാധ, 4 ലക്ഷം രൂപയുടെ നഷ്ടം. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് JS പോൾ ജംഗ്ഷനിൽ അഗ്നിബാധയുണ്ടായത്. അഴീക്കോട് സ്വദേശി സതീഷിന്റെ ഉടമസ്ഥതയിലുള്ള കീർത്തി ബേക്കറി പൂർണ്ണമായും കത്തിനശിച്ചു. ബേക്കറിയുടെ ഫ്രിഡ്ജിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. അഴീക്കോട് സ്വദേശി സതീഷിന്റെ ഉടമസ്ഥതയിലുള്ള കീർത്തി ബേക്കറി പൂർണ്ണമായും സമീപത്തെ കണ്ണൂർ സ്വദേശി രാജുവിന്റെ ബെസ്റ്റോ ലഗേജിന്റെ മുകളിലത്തെ നിലയും കത്തിനശിച്ചു. കീർത്തി ബേക്കറിയുടെ ഫ്രിഡ്ജിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ബേക്കറിയുടെ അടുക്കള ഭാഗം ഒഴികെയുള്ള ഭാഗങ്ങൾ കത്തിനശിച്ചു. ബേക്കറിയുടെ മുകൾ നിലയിൽ നിന്നാണ് ബാഗ് ഷോപ്പിലേക്ക് തീ പടർന്നത്. ബാഗ് ഷോപ്പിന്റെ മുകൾ നിലയിൽ വിൽപ്പനയ്ക്ക് വച്ചിരുന്ന ബാഗുകളും മറ്റ് സാധനങ്ങളും കത്തിനശിച്ചു. ഫയർ സ്റ്റേഷൻ ഓഫീസർ K രാജീവന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഫയർ സ്റ്റേഷൻ നിന്ന് 3-ഉം തലശ്ശേരിയിൽ നിന്നും 1 യൂണിറ്റും അഗ്നിശമന സേനാ സംഘം 2 മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീയണച്ചത്. പയ്യാമ്പലം കൺട്രോൾ റൂം പോലീസ് ഇന്നലെ രാത്രിയിൽ നഗരത്തിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് തീയുയരുന്നത് കണ്ടത്. ഉടൻ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. ഇനിയൊരു ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Diamonds from Bima. ശൗര്യം തീരാതെ തെരുവുനായ്ക്കൾ. തെരുവുനായ ആക്രമണം തുടർക്കഥയാവുന്നു. കക്കാട് ശാതുലിപ്പള്ളി അത്താഴക്കുന്ന് പുല്ലുപ്പിക്കടവ് പ്രദേശങ്ങളിൽ നിന്നായി കടിയേറ്റത് 7 കുട്ടികൾ ഉൾപ്പെടെ 13 പേർക്ക്. അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലാൻ അനുമതി ലഭിച്ചിട്ടും നടപടികൾ സ്വീകരിക്കാനാവാതെ അധികൃതർ. കണ്ണൂരിലെ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ RSSുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പിണറായി വിജയൻ. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ആത്മാർത്ഥതയോടെയാണെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നും പിണറായി. BJP ബസ് ഷെൽട്ടറും KG മാരാർ സ്മാരക ഗ്രന്ഥാലയവും വെള്ളച്ചായമടിച്ച് വികൃതമാക്കി. അക്രമം പുതിയതൊരു പട്ടേൽ റോഡിൽ. BJPയുടെ റോഡ് എഴുത്തിന് മീതെ DYFIയുടെ പേരിൽ റോഡ് എഴുത്ത്. സംഭവത്തിന് പിന്നിൽ CPM എന്ന് BJP. CPMന്റെ യോഗ പ്രദർശനം നാളെ. യോഗ പ്രദർശനത്തിന് മുന്നോടിയായി കണ്ണൂരിൽ കൂട്ടയോട്ടം. വിളക്കുംതറ മൈതാനത്ത് നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം PK ശ്രീമതി MP ഫ്ളാഗ് ഓഫ് ചെയ്തു. 1000 പേരുടെ യോഗ പ്രദർശനം ഇന്ത്യൻ മാർഷ്യൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമ ജ്വല്ലേഴ്സ്, കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി, ഇപ്പോൾ ദുബായിലും ഷാർജയിലും. ഫസ്റ്റ് ഫ്ലോർ KK ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. Besto, buy the best from Besto since 1970. കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. Feel divine. Gemino International Jewelers. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. ഫോൺ 0497283509. Banaras Utsav by Kalyan Silks. ട്രിനിറ്റി കോളേജ്, വാരം.
Lakshmi Hospitals, Kannur. Care and cure with dedication. വാർത്തകൾ തുടരുന്നു. ആയിക്കരയിൽ പട്ടാളം വീടൊഴിപ്പിക്കില്ല. പ്രതിരോധ വകുപ്പിന് അധീനതയിലുള്ള ഭൂമി കയ്യേറിയതായി ഡിഫൻസ് എസ്റ്റേറ്റ് ഓഫീസറുടെ വാദത്തിന് അടിസ്ഥാനമില്ലെന്ന് കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട്. വിശദമായ പരിശോധനയ്ക്ക് സർവേ നടത്താനും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആയിക്കരയിൽ 97 കുടുംബങ്ങൾക്കാണ് ഡിഫൻസ് എസ്റ്റേറ്റ് ഓഫീസർ കുടിയൊഴിയാനായി നോട്ടീസ് നൽകിയത്. ഇവരെ കുടിയൊഴിപ്പിക്കാൻ പട്ടാളത്തിന് അധികാരമില്ലെന്ന് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. ഡിസംബർ ആദ്യമാണ് കൊച്ചിയിലെ ഡിഫൻസ് എസ്റ്റേറ്റ് ഓഫീസർ നോട്ടീസ് നൽകുന്നത്. പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഭൂമി കയ്യേറുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാരോപിച്ചുള്ളതാണ് നോട്ടീസ്. 2015 ഡിസംബർ 25-നകം ഈ ഭൂമിയിൽ നിന്ന് കുടിയൊഴിയണം. ഇക്കാര്യത്തിൽ ആക്ഷേപമോ മറ്റേതെങ്കിലും രേഖകളോ ഹാജരാക്കാനുണ്ടെങ്കിൽ 2016 ജനുവരി 4-ന് കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കണമെന്നുമാണ് നോട്ടീസിലുള്ളത്. 30 വർഷത്തിലേറെയായി താമസിക്കുന്നവർക്കാണ് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതേ തുടർന്നാണ് വീട്ടുകാർ മുഖ്യമന്ത്രിയെ പരാതി അറിയിച്ചത്. മുഖ്യമന്ത്രി കളക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക വിലയിരുത്തലിലാണ് പ്രതിരോധ വിഭാഗത്തിന് അധികാരമില്ലാത്ത ഭൂമിയിലെ താമസക്കാർക്കാണ് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടത്. റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുന്നതിന് മുമ്പായി കളക്ടർ പി ബാലകിരൺ, മേയർ ഇ.പി. ലത, ഡെപ്യൂട്ടി മേയർ സി സമീർ, തഹസിൽദാർ അനിൽകുമാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. വിശദമായ പരിശോധനയ്ക്ക് സർവേ നടത്താനും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പട്ടാളത്തിന്റെ പ്രതിനിധി സംഘത്തിന്റെ സാന്നിധ്യത്തിൽ തഹസിൽദാരുടെയും ജില്ലാ ടൗൺ പ്ലാനിംഗ് ഓഫീസറുടെയും നേതൃത്വത്തിലാകും സർവേ. തോട്ടട ടൗണിലെ ഓട നിർമ്മാണം നിലച്ചു. നാട്ടുകാർ ദുരിതത്തിൽ. ഓട നിർമ്മാണത്തിനായി റോഡരികിൽ ആഴത്തിൽ മണലെടുത്തത് മൂലം കേബിളുകളും പൈപ്പ് ലൈനുകളും പ്രവർത്തനരഹിതമാണ്. ടെലിഫോൺ ബന്ധവും ഇന്റർനെറ്റ് സൗകര്യവും നിലച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും അധികൃതർ പ്രവൃത്തി തുടരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. നഗരവികസനത്തിന്റെ ഭാഗമായി ഓട നിർമ്മാണത്തിന് കുഴിവെട്ടിയിട്ട് നാട്ടുകാർ കുഴിയിലായ അവസ്ഥയിലാണ്. തോട്ടട ടൗണിൽ ഓട നിർമ്മാണത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചതു മുതലാണ് നാട്ടുകാർ പ്രതിസന്ധിയിലായത്. റോഡ് വീതി കൂട്ടി ഓട നിർമ്മിക്കാൻ JCB മണ്ണെടുത്തപ്പോൾ വേരുകളറ്റ് കൂറ്റൻ മരം ചെരിയാറായി. മരം ഏതു ദിവസവും നിലംപൊത്തുമെന്ന ഭീതിയിൽ നാട്ടുകാർ ദിവസങ്ങൾ തള്ളി നീക്കി. ഒടുവിൽ മരം മുറിച്ചിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. മുറിച്ചിട്ട മരക്കഷ്ണങ്ങൾ റോഡരികിൽ നിന്നും മാറ്റാത്തതിനാൽ കാൽനട യാത്രക്കാർ അടക്കമുള്ളവർ ദുരിതത്തിലായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അതന്നെ നമ്മൾ പിക്കപ്പ് സ്റ്റാൻഡായിരുന്നു. ഈ സ്റ്റാൻഡിൽ ഇപ്പോൾ ഇവിടെ വണ്ടി വെക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ വാഹനങ്ങൾ നിർത്താനോ പിടിക്കാനോ അവിടെ മരമെല്ലാം കണ്ടില്ലേ. അപ്പോൾ അത് അപകടം തീർച്ചയായും അതൊന്നും എടുത്ത് മാറ്റുന്നില്ല. ഇതെല്ലാം പ്രശ്നം. രാത്രി കാലങ്ങളിൽ വാഹനം ഇതാണ്. പിന്നെ വികസനം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണുന്നത്. 10-35,000 രൂപ ചിലവഴിച്ചിട്ട് ആ മാർക്കറ്റ് പൊളിച്ച് മിനിമേൻ്റെ ഇത് റോഡിൻ്റെ മേലെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തടസ്സങ്ങളല്ലേ, അത് തടസ്സങ്ങളല്ലേ. അപ്പോൾ കണ്ണൂർ ഈ ഗീതാ ബേക്കറിൻ്റെ അപ്പുറം മിൽമ മുതൽ പൊളിച്ചിട്ട് ബാക്കോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെന്തിനു മാത്രം ഇത് പൊളിച്ചിട്ട് മുന്നോട്ടാക്കുന്നത്? അതിൻ്റെ കാര്യമില്ലല്ലോ. ഇത് നാട്ടുകാർക്ക് ഉപകാരം തന്നെയാണ്, പക്ഷേ ഉപദ്രവമായിട്ട് മാറുന്നത്. ഓടയുടെ പ്രവൃത്തി ആരംഭിച്ചതു മുതൽ വാട്ടർ അതോറിറ്റിയുടെ ഭൂഗർഭ പൈപ്പ് ലൈനുകളും ടെലിഫോൺ കേബിളുകളും പ്രവർത്തനരഹിതമാണ്. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി സമീപത്തെ കടകളുടെ മുന്നിൽ നിന്ന് വലിയ തോതിൽ മണ്ണെടുത്തതിനാൽ കടകളിലേക്ക് ആളുകൾ വരാതായി. ടെലിഫോണുകളും ഇന്റർനെറ്റും പ്രവർത്തിക്കുന്നില്ലെന്നും കട ഉടമകൾ പറയുന്നു. കേബിൾ കെട്ടിയത് ഇത് തുടക്കുന്ന അന്ന് മുതൽ എൻ്റെ കേബിൾ കേട്ടായിരുന്നു. 3 BSNL ലൈൻ ഉപയോഗിക്കുന്നത് ഞാൻ, നെറ്റടക്കം. പക്ഷെ ഒന്നും വർക്കില്ല. ഇപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് MTSൻ്റെ കണക്ഷൻ എടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇപ്പം മൊബൈലും കൊണ്ടാണ് ഒപ്പിക്കുന്നത്. ട്രാവൽ ഏജൻസിയാണ്. ഒരു ദിവസം പോലും ഒരു ഫോണില്ലെങ്കിൽ എൻ്റെ സാധനം നടക്കില്ല. അത്രയും ഇത് BSNL പറഞ്ഞാൽ ഇനി റോഡ് പണി നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. കേബിൾ മദ്രാസിൽ നിന്ന് വരണം, പുതിയ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്നാ പറയുക, ഓരോ പിന്നെ ആൾ വരുന്ന സ്റ്റെപ്പ് ഇതിപ്പോൾ ഞാനിപ്പോൾ 5 സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഉള്ളത്. ഇപ്പം ഓരോരാളെയും കൈപിടിച്ച് കയറ്റും ഇറക്കുകയും കൊണ്ടേയിരിക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ. വികസനത്തിന്റെ ഭാഗമായാണ് ഓട നിർമ്മിക്കാൻ അധികൃതർ ഉത്തരവിട്ടത്. എന്നാൽ ആ പ്രവൃത്തി ആരംഭിച്ചതു മുതൽ ജനങ്ങൾ വിവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. വികസനം നല്ലതു തന്നെ, അത് മറ്റുള്ളവർക്ക് വിനയാവുന്ന തരത്തിൽ ആകരുതേ എന്നാണ് ഇവരുടെ ആവശ്യം. പ്രവർത്തന വഴിയിൽ വേറിട്ട മാതൃകയുമായി തളാപ്പ് സംഗമം റെസിഡൻസ് അസോസിയേഷൻ ആരോഗ്യ ക്ലാസ്, ശുചീകരണ പ്രവർത്തനം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം തുടങ്ങി നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് അസോസിയേഷൻ നടത്തിവരുന്നത്. സംഗമം റെസിഡൻസ് അസോസിയേഷൻ നിലവിൽ വന്നിട്ട് 1 വർഷമാകുന്നേ ഉള്ളൂവെങ്കിലും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ആരോഗ്യ ശുചിത്വ കാര്യങ്ങളിലാണ് ഇവർ പ്രധാന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എല്ലാവരും ജോലി തിരക്കുള്ളവരാണ്. എന്നാൽ അവധി ദിനങ്ങളിൽ കുട്ടികളടക്കം എല്ലാവരും തങ്ങളുടെ പരിസരം ശുചീകരിക്കാൻ ഇറങ്ങുന്നു. തളാപ്പ് അമ്പലവയൽ റോഡ് മുതൽ പള്ളി വരെയുള്ള ഭാഗമാണ് ശുചീകരിച്ചത്.
പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനായി മാസത്തിൽ ഒരു ദിവസം തന്നെ ഇവർ മാറ്റിവെച്ചിട്ടുണ്ട്. റെസിഡൻസിയിലെ 84 വീടുകളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ഇവർ. ഓരോ മാസവും നമ്മുടെ ഈ പ്രദേശത്ത് റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ വരുന്ന 84 വീടുകൾ, 84 കുടുംബങ്ങളുണ്ട്. ഈ 84 കുടുംബങ്ങളിലും ഓരോ മാസവും എത്തുന്ന അറിഞ്ഞോ അറിയാതെയോ വീടുകളിലെത്തുന്ന പ്ലാസ്റ്റിക് കെറിയർ ബാഗ്സ്, അതുപോലെ പ്ലാസ്റ്റിക് ഉപയോഗശൂന്യമായ വസ്തുക്കൾ, ഇവയെല്ലാം മാസത്തിലൊരിക്കൽ എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ച ശേഖരിച്ച് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ശേഖരിച്ച് നമ്മുടെ ഈ ശേഖരണ കേന്ദ്രം മജീദ് കയുടെ കടയാണ്. അപ്പോൾ മജീദ് കയുടെ കടയുടെ അടുത്ത് എല്ലാവരും ഒരു 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തിനിടക്ക് ഈ വീട്ടുകാരെല്ലാവരും അവരവരുടെ വീടുകളിലുള്ള പ്ലാസ്റ്റിക് ശേഖരങ്ങൾ വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരും. അത് നമ്മൾ പന്നേമ്പാറ ഭാഗത്തുള്ള ഒരു ആക്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ വണ്ടിയുമായി വന്ന് ഇവയെല്ലാം ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഈ പരിസരത്ത് പ്ലാസ്റ്റിക് ഉപയോഗശൂന്യമായ മാലിന്യങ്ങളുടെ ഇല്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉന്നം വയ്ക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്ന മലയാളികൾ ഇതൊന്നു കാണണം. ചികിത്സാ ചെലവിന് വായ്പ എടുക്കുന്നതിനു പകരം വീടും പരിസരവും ഒപ്പം നാടും ഒന്ന് വൃത്തിയാക്കിയാൽ മതി. മാതാ അമൃതാനന്ദമയി കണ്ണൂരിൽ പനങ്കാവ് ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ വാർഷിക മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിനാണ് ജനുവരി 5-ന് അമൃതാനന്ദമയി കണ്ണൂരിലെത്തുന്നത്. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 6, 7 തീയതികളിലാണ് പ്രതിഷ്ഠാ മഹോത്സവം. അമൃതാനന്ദമയി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ വാർഷിക മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിനു വേണ്ടിയാണ് അമൃതാനന്ദമയി കണ്ണൂരിലെത്തുന്നത്. ജനുവരി 6, 7 തീയതികളിലാണ് പ്രതിഷ്ഠാ മഹോത്സവം. 5-ാം തീയതി വൈകുന്നേരത്തോടു കൂടി കണ്ണൂരിലെത്തുന്ന അമൃതാനന്ദമയെ ഭക്തജനങ്ങൾ ശിഷ്ടാചാര പ്രകാരം പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. അമ്മയെ ദർശനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെയും അമ്മയുടെ അടുത്ത് പോകുവാനുള്ള സൗകര്യം ഉണ്ടാവും. അമ്മയെ കണ്ട് ദർശനം ചെയ്യുവാനും കാര്യങ്ങൾ, അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങൾ, കാര്യങ്ങൾ ബോധിപ്പിക്കുവാനുള്ള സൗകര്യം, അതിനാണ് അമ്മയുടെ ദർശനം എന്ന് പറയുന്നത്. അത് എല്ലാ ദിവസവും ഈ 6, 7, 2 ദിവസങ്ങളിലും അമ്മയുടെ ഭക്തിഗാനശുദ്ധയുടെയും അനുഗ്രഹ പ്രഭാഷണത്തിനും ധ്യാന പരിശീലനത്തിന് ശേഷം അതിനുള്ള സൗകര്യം ഉണ്ടാവും. അതിന് ടോക്കൺ സമ്പ്രദായത്തിലായിരിക്കും ഓരോരുത്തർക്കും അമ്മയുടെ അടുത്ത് എത്താൻ സാധിക്കുക. വ്യക്തികളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നതിക്ക് വേണ്ടി അമൃതാനന്ദമയി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ബ്രഹ്മസ്ഥാനം. അമൃതാനന്ദമയി പ്രതിഷ്ഠ നടത്തിയ 21ാമത്തെ ക്ഷേത്രമാണ് കണ്ണൂരിലേത്. 22 ക്ഷേത്രങ്ങളിലാണ് അമൃതാനന്ദമയി ഇതുവരെ പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുള്ളത്. കണ്ണൂരിലെത്തുന്ന അമൃതാനന്ദമയിയെ സന്യാസി ശിഷ്യരും വിദേശീയരും ആശ്രമ അന്തേവാസികളുമടക്കം 800-ലധികം ആളുകൾ അനുഗമിക്കും. ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മറ്റന്നാൾ കണ്ണൂരിൽ തുടക്കമാവുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 15 സബ് ജില്ലകളിൽ നിന്ന് 297 ഇനങ്ങളിലായി 7423 പ്രതിഭകൾ മാറ്റുരക്കും. കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ മുഖ്യവേദിയിൽ മന്ത്രി KC ജോസഫ് നിർവഹിക്കും. കലോത്സവത്തിലെ മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കും. സ്റ്റേജ് തര മത്സരങ്ങളും പൂരക്കളി, ചെണ്ടമേളം, ബാൻഡ് മേളം തുടങ്ങിയ ഏതാനും ഇനങ്ങളും തിങ്കളാഴ്ച നടക്കും. തുടർന്നുള്ള 4 ദിവസങ്ങളിൽ 15 വേദികളിലായി വിവിധ മത്സരങ്ങൾ അരങ്ങേറും. GVHSS, ടൗൺ സ്ക്വയർ ട്രെയിനിങ് സ്കൂൾ, ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം, ജവഹർ ലൈബ്രറി ഹാൾ, താവക്കര UP സ്കൂൾ, തളാപ്പ് മിക്സഡ് UP സ്കൂൾ എന്നിവയാണ് പ്രധാന വേദികൾ. സംഘാടകരുടെ ഭാഗത്തുനിന്ന് പ്രോഗ്രാം കമ്മിറ്റി ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കമ്മിറ്റികൾ, ജൂനിയർ കമ്മിറ്റികളൊക്കെ തന്നെയും വളരെ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിധിക്കകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രോഗ്രാമിൻ്റെ നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് കാണും. അപ്പോൾ അതൊക്കെ വേദി, അതിനൊക്കെ ഷെഡ്യൂൾ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ 15 സബ് ജില്ലകളിൽ നിന്നായി 297 ഇനങ്ങളിൽ 7423 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും. UP വിഭാഗം സംസ്കൃതം, കൂടിയാട്ടത്തിലൊഴികെ എല്ലാ ഇനങ്ങളിലും മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ മുഖേനയും കോടതികൾ വഴിയും അപ്പീൽ അനുവദിക്കുന്നതിന് ഗവൺമെന്റ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ മത്സരാർത്ഥികളുടെ എണ്ണത്തിൽ അമിതമായ വർധനവ് ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകർക്കും വളണ്ടിയേഴ്സിനും 5 ദിവസവും ഭക്ഷണം നൽകുന്നതിന് ഭക്ഷണ കമ്മിറ്റി വിപുലമായി സജ്ജീകരണങ്ങൾ ഒരുക്കും. വിഷരഹിത പച്ചക്കറികളും പ്രകൃതി സൗഹൃദ വിഭവങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തും. കലോത്സവത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മന്ത്രി KC ജോസഫ് നിർവഹിക്കും. MP PK ശ്രീമതി മുഖ്യാതിഥിയായിരിക്കും. CPM-ന്റെ ആഭിമുഖ്യത്തിലുള്ള യോഗ പ്രദർശനം നാളെ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും.
ഇതിന് മുന്നോടിയായി കണ്ണൂരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വിളക്കുംതറ മൈതാനത്തിന് സമീപം PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. 1000 പേർ പങ്കെടുക്കുന്ന പ്രദർശനം ഒരുക്കുന്നത് ഇന്ത്യൻ മാർഷ്യൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിലാണ്. ആരോഗ്യവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും യോഗ പരിശീലനം പരിഹാരമാകുമെന്ന് PK ശ്രീമതി MP പറഞ്ഞു. ആരോഗ്യമുള്ള ജനത ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിലേക്ക് തിരിച്ചുവിടുന്നതിനുകൂടി പര്യാപ്തമായ വിധത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് OK വിനീഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KP സഹദേവൻ, N ചന്ദ്രൻ, M പ്രകാശൻ, KP സുധാകരൻ, വത്സൻ പനോളി, മേയർ EP ലത, കൗൺസിലർ K ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ വൈകിട്ട് 4 മണിക്ക് ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ 1000 പേരുടെ യോഗ പ്രദർശനം നടക്കുക. ലോകപ്രശസ്ത യോഗാചാര്യൻ ശ്രീ M മുഖ്യാതിഥിയായിരിക്കും. വന്ധ്യതാ ചികിത്സയിൽ 1/4 നൂറ്റാണ്ടിന്റെ ഗവേഷണ പാരമ്പര്യമുള്ള കൊല്ലം ഫാത്തിമ ഹോമിയോ റിസർച്ച് സെന്ററിന്റെ കണ്ണൂർ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം സംസ്ഥാന വ്യാപകമായി വന്ധ്യതാ ചികിത്സ ആവശ്യമുള്ള നിർധനരായ 100 ദമ്പതികളെ സൗജന്യമായി ചികിത്സിക്കുമെന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും 10 ദമ്പതികളെ തിരഞ്ഞെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് നിർധനരായ ഒരുപാട് ആൾക്കാർ ചികിത്സയ്ക്ക് ഗതിയില്ലാതെ ചികിത്സ വേണ്ട എന്ന് വെച്ച് നിരാശരായി കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു 100 ദമ്പതികളെ ഈ സ്ഥാപനം സൗജന്യമായി ചികിത്സിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അഴീക്കോട് ചാൽ വൃദ്ധമന്ദിരത്തിൽ അഴീക്കോട് ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിച്ച ജലശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം KM ഷാജി MLA നിർവഹിച്ചു. കാരുണ്യ പദ്ധതികളിലൂടെ സാമൂഹ്യ പ്രതിബദ്ധത കൈവരിക്കാൻ കഴിയണമെന്ന് KM ഷാജി MLA പറഞ്ഞു. വൃദ്ധമന്ദിരങ്ങളിലെ ജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നല്ല ഇടപെടലാണ് നടക്കുന്നത്. മാതൃകാപരമായ കാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ശക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് KM ഷാജി MLA പറഞ്ഞു. വൃദ്ധസദനത്തിലുള്ള ഇവരാണ് നമ്മുടെ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരെക്കാളും അച്ഛന്മാരെക്കാളും ഭാഗ്യവാന്മാരെന്ന് നിങ്ങൾ ഓർക്കണം. അച്ഛനോടും അമ്മനോടൊക്കെ യൂറോപ്പിലൊക്കെ പോയി പഠിക്കണം, കുറേയൊക്കെ നല്ല കാര്യങ്ങൾ. അവരുടെ ആഫ്റ്ററും നിക്കറും മാത്രം പഠിച്ചാൽ പോരാ, അവിടെ സംസ്കാരമുണ്ട്, നല്ല സംസ്കാരങ്ങൾ. ഏത് പാർക്കിൽ പോയാലും കാണും വൃദ്ധന്മാരെ, അച്ഛനെയും അമ്മനെയും വീൽ ചെയറിൽ ഉരുട്ടി കൊണ്ടുവന്ന് കൂടെ എത്തിയിട്ടാണ് അവർ ഇരിക്കുക. നമുക്ക് ഭാരമാണ്. എങ്ങനെ അച്ഛൻ നിങ്ങൾ വരുന്നില്ലല്ലേ എന്നാ ചോദിക്കുക അമ്മനോട്. ഒഴിഞ്ഞു കിട്ടിയ ശല്യം കഴിക്കുന്നതാണ്. നമ്മളൊന്നൊരു വഴിക്ക് പോകേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ, അങ്ങോട്ട് ചോദിക്കണം. അവർ അങ്ങനെ വരാൻ അയച്ചിട്ടായിരിക്കും. അങ്ങോട്ട് പാരവച്ചു. നമ്മൾ വലിയ വിദഗ്ധന്മാരാണല്ലോ, നമുക്കൊക്കെ അതിനുള്ള ടെക്നിക്കൊക്കെ അറിയാം. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കും അച്ഛനെ അമ്മനൊക്കെ. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുടുവൻ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ S ചന്ദ്രശേഖർ മുഖ്യാതിഥിയായിരുന്നു. NK സൂരജ്, പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രസന്ന, ജനപ്രതിനിധികളായ ജയപാലൻ മാസ്റ്റർ, KM സപ്ന, K ലത, കിംസ് ആശുപത്രി MD K പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് സുരക്ഷാ ബിൽ ഉടൻ പാസാക്കണമെന്ന് ഓട്ടോ ടാക്സി ഫെഡറേഷൻ CITU സംസ്ഥാന സെക്രട്ടറി KV ഹരിദാസൻ C കണ്ണൻ സ്മാരക മന്ദിരത്തിൽ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് സുരക്ഷാ ബിൽ പാസാക്കുക, പെൻഷനും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാനുള്ള ക്ഷേമനിധി ബോർഡിന്റെ തീരുമാനത്തിന് സർക്കാർ അംഗീകാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കൺവെൻഷൻ പ്രധാനമായും ഉന്നയിച്ചത്. രാജ്യത്തെ തൊഴിലാളികളുടെ താൽപ്പര്യങ്ങളല്ല, കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരണമെന്നും KV ഹരിദാസൻ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ, യാത്രക്കാരെ രക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ, സാധാരണ ജനങ്ങളെ സഹായിക്കാൻ എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് റോഡ് ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഗതാഗത മേഖല ഒന്നടങ്കം തകരുന്ന, ദശലക്ഷക്കണക്കായുള്ള തൊഴിലാളികളെ കുത്തുവാളെടുപ്പിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാരിലേക്ക് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ടിംഗ് മേഖല ഒറ്റക്കെട്ടായി എത്തിക്കുന്ന രീതിയിലേക്ക് RTS ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ യൂണിയൻ നേതാവ് TP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PV കൃഷ്ണൻ, VK സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈത്തറി മേഖലയുടെ പ്രാധാന്യം പൊതുസമൂഹത്തിലെത്തിക്കാനായി കണ്ണൂരിൽ സംസ്ഥാനതല കൈത്തറി സെമിനാർ സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റീസ് അസോസിയേഷൻ വിഷൻ 2016 ആഭിമുഖ്യത്തിൽ ചേംബർ ഹാളിൽ നടത്തിയ സെമിനാർ PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ M പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. EP ജയരാജൻ MLA, രമേഷ് ബാബു, N ശ്രീധരൻ, MP ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അറിയിപ്പ്.
PF പെൻഷൻ വാങ്ങുന്നവരിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ പെൻഷൻ ലഭിക്കുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് അത് ഹാജരാക്കണം. ഈ മാസം 20 മുമ്പ് PF ഓഫീസിൽ ഹാജരാക്കണം. ശ്രീകണ്ഠാപുരം മടമ്പം PKM B.Ed കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ താൽക്കാലിക ഒഴിവുണ്ട്. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 11 മണിക്ക് കോളേജ് ഓഫീസിൽ അഭിമുഖത്തിനെത്തണമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസർ അറിയിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 9447124470. മൊറാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ബോട്ടണി തസ്തികയിൽ ഒഴിവുണ്ട്. അഭിമുഖം 4 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. പിലാത്തറ മുഖാരി മൂവാരി സമുദായ സംഘം സംസ്ഥാന പ്രതിനിധി സമ്മേളനം നാളെ കണ്ടന്തൂർ ഇടമന UP സ്കൂളിൽ നടക്കും. ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നാളെ 10 മുതൽ 1 വരെ തളാപ്പ് ഹൃദയാരാമിൽ മനസ്സും മാധ്യമങ്ങളും ജീവിതത്തിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 049727080001. ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 1000 പേരുടെ യോഗ പ്രദർശനം നാളെ 4 മണിക്ക് ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Diamonds from Bima. ശൗര്യം തീരാതെ തെരുവ് നായ്ക്കൾ. തെരുവുനായ ആക്രമണം തുടർക്കഥയാവുന്നു. കക്കാട് ശാതുലിപ്പള്ളി അത്താഴക്കുന്ന് പുല്ലുപ്പിക്കടവ് പ്രദേശങ്ങളിൽ നിന്നായി കടിയേറ്റത് 7 കുട്ടികൾ ഉൾപ്പെടെ 13 പേർക്ക്. അക്രമകാരികളായ തെരുവ് നായകളെ കൊല്ലാൻ അനുമതി ലഭിച്ചിട്ടും നടപടികൾ സ്വീകരിക്കാനാവാതെ അധികൃതർ. കണ്ണൂരിലെ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ RSSുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പിണറായി വിജയൻ. മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന ആത്മാർത്ഥതയോടെയാണെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നും പിണറായി. BJP ബസ് ഷെൽട്ടറും KG മാരാർ സ്മാരക ഗ്രന്ഥാലയവും വെള്ളച്ചായമടിച്ച് വികൃതമാക്കി. അക്രമം പുതിയതൊരു പട്ടേൽ റോഡിൽ. BJPയുടെ റോഡ് എഴുത്തിന് മീതെ DYFIയുടെ പേരിൽ റോഡ് എഴുത്ത്. സംഭവത്തിന് പിന്നിൽ CPM എന്ന് BJP. CPMന്റെ യോഗ പ്രദർശനം നാളെ. യോഗ പ്രദർശനത്തിന് മുന്നോടിയായി കണ്ണൂരിൽ കൂട്ടയോട്ടം. വിളക്കുംതറ മൈതാനത്ത് നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം PK ശ്രീമതി MP ഫ്ളാഗ് ഓഫ് ചെയ്തു. 1000 പേരുടെ യോഗ പ്രദർശനം ഇന്ത്യൻ മാർഷ്യൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.